അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, വിദ്യാർത്ഥികളെ, ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് പുതുതായി പരിഷ്കരിച്ച 3ാം ക്ലാസ്സിലേക്കുള്ള ലിസാനുൽ ഖുർആനിൻ്റെ സെക്കൻഡ് ചാപ്റ്ററാണ് വായിക്കുന്നത്. ഇലൽ മസ്ജിദി, പള്ളിയിലേക്ക് എന്നാണ് ഹെഡിങ്ങിൻ്റെ അർത്ഥം. നല്ല ദീപം തെളിയിച്ചു കൊണ്ടുള്ള അടിപൊളി ഒരു പള്ളിയുടെ ഫോട്ടോ കൊടുത്തിട്ടുണ്ട്. ആ പള്ളിയിലേക്ക് ഒരു ഉപ്പയും മകനും നടന്നു വരുന്ന ചിത്രവുമാണ് കൊടുത്തിട്ടുള്ളത്. ആ ചിത്രത്തിൽ നിന്നാണ് ഈ പാഠം മനസ്സിലാക്കേണ്ടത്. സുബഹി ബാങ്ക് വിളിച്ചപ്പോൾ മാജിദ് എന്ന വിദ്യാർത്ഥി ഉപ്പയോടുകൂടെ പള്ളിയിലേക്ക് പോകുന്ന കാഴ്ചയാണ് ചിത്രത്തിൽ കൊടുത്തിട്ടുള്ളത്. ഉളു കൊടുക്കുന്നു, പള്ളിയിൽ കയറുന്നു. ഉപ്പയോടുകൂടെ മാജിദ് സുബഹി നിസ്കരിക്കുന്നു. അങ്ങനെ നിസ്കാരവും ദിക്റും പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞതിന് ശേഷം മാജിദ് ഉപ്പയോടുകൂടെ തന്നെ വീട്ടിലേക്ക് മടങ്ങുന്നു. ഉമ്മ മകനെ ചായയുമായി കാത്തിരിക്കുന്നു. അങ്ങനെ മാജിദ് വന്നിരുന്ന് ചായ കുടിക്കുന്നു. അവൻ പറയുന്നു, അൽഹംദുലില്ലാഹ്. ഈ പാഠത്തിൽ നിന്ന്, ലിസാനിൽ നിന്ന്, ഈ പാഠത്തിൽ നിന്ന് പഠിക്കാനുള്ള നിയമങ്ങൾ എന്തൊക്കെയാണ്? മുലാരിയായ ഫെയിൽ, മാലിയായ ഫെയിൽ നമ്മൾ മുന്നേ പഠിച്ചു. അതിൻ്റെ മുലാരിയായ ഫെയിൽ, ഭാവി കാലത്ത് അറിയിക്കുന്ന ഫെയിലിനെ മുലാരി എന്ന് പറയാം. അത് വിശദമായിട്ട് തന്നെ ഈ പാഠത്തിൽ നിന്ന് പഠിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ മുദക്കർ, മുഅന്നസ്. മുലാരിയായ ഫെയിൽ മുദക്കറാകുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം, മുഅന്നസ് ആകുമ്പോൾ എങ്ങനെ ഉപയോഗിക്കണം? ഉദാഹരണമായി യദ്ഹബു, അവൻ പോകുന്നു. ഇത് മുലാരിയായ ഫെയിലാണ്, മുദക്കറാണ്, പുല്ലിംഗാണ്. തദ്ഹബു, അവൾ പോകുന്നു. ഇത് മുലാരിയായ ഫീലാണ്, പക്ഷേ അത് സ്ത്രീലിംഗമാണ്, മുഅന്നസാണ്. ഈ കാര്യങ്ങൾ അതിൽ പഠിക്കുന്നു. നോക്കൂ, വായിക്കാം. യസ്മഉ മാജിദുൻ അൽ അദാന, മാജിദ് ബാങ്ക് കേൾക്കുന്നു. വയദ്ഹബു ഇലൽ മസ്ജിദി മഅ അബീഹി, മാജിദ് തൻ്റെ ഉപ്പയോടുകൂടെ പള്ളിയിലേക്ക് പോകുന്നു. വയതവല്ലഉ വയദ്ഖുലുൽ മസ്ജിദ, അവൻ ഉളുവെടുക്കുന്നു, പള്ളിയിൽ പ്രവേശിക്കുന്നു. യുസല്ലി സ്വലാത്ത സുബ്ഹി മഅ അബീഹി ജമാഅത്തൻ, അവൻ തൻ്റെ ഉപ്പയോടുകൂടെ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കുന്നു. വബഅദ സ്വലാത്തി വദ്ദിക്രി വദ്ദുആഇ, നിസ്കാരത്തിന് ശേഷവും ദിക്റിന് ശേഷവും പ്രാർത്ഥനയ്ക്ക് ശേഷവും യർജിഉ, അവൻ മടങ്ങും. യർജിഉ മാജിദുൻ ഇലൽ ബൈത്തി മഅ അബീഹി, മാജിദ് ഉപ്പയോടുകൂടെ വീട്ടിലേക്ക് മടങ്ങുന്നു. വൽ ഉമ്മു തന്തലിറുഹു ബിസ്സായ്, ഉമ്മ അവനെ ചായയുമായി കാത്തിരിക്കുന്നു. യജ്ലിസു മാജിദുൻ, മാജിദ് ഇരിക്കുന്നു. വയശ്റബു ചായ, അവൻ ചായ കുടിക്കുന്നു. വയഖൂലു അൽഹംദുലില്ലാഹ്, അവൻ അൽഹംദുലില്ലാ എന്ന് പറയുന്നു. ഇത് റെഡിൽ എഴുതിയതാണ് മുലാരിയായ ഫെയിൽ. യസ്മഉ, കേൾക്കുന്നു. സമിഅ, അതാണ് അതിൻ്റെ മാലി, കേട്ടു. യദ്ഹബു, പോകുന്നു. അതിൻ്റെ മാലി എന്താ വരിക? ദഹബ. യതവല്ലഉ, ഉളു കൊടുക്കുന്നു, മാലി തവല്ലഅ. യദ്ഖുലു, പ്രവേശിക്കുന്നു, മാലി എന്താണ്? ദഖല, പ്രവേശിച്ചു. യുസല്ലി, നിസ്കരിക്കുന്നു, മാലി സ്വല്ല, നിസ്കരിച്ചു. യർജിഉ, അവൻ മടങ്ങുന്നു, എന്താണ്? മാലി റജഅ, മടങ്ങി. തന്തലിറു, അവൾ പ്രതീക്ഷിക്കുന്നു. മുലാരി മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. നലറത്, അവൾ പ്രതീക്ഷിച്ചു എന്നാണ് അതിൻ്റെ മാലി വരിക. യജ്ലിസു, അവൻ ഇരിക്കുന്നു. ജലസ, ഇരുന്നു എന്നാണ് മാലി. യസ്റബു, കുടിക്കുന്നു. ഷരിബ, കുടിച്ചു എന്നാണ് മാലി. യഖൂലു, പറയുന്നു. അതിൻ്റെ മാലി എന്താണ്? ഖാല, പറഞ്ഞു എന്നാണ് മാലി. ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ നിന്ന് പഠിക്കേണ്ടതും മനസ്സിലാക്കേണ്ടതും. ഇത് നോക്കുന്നുകൂടെ നമ്മൾ അപ്പുറത്തെ പേജിൽ ആവർത്തിക്കുന്നു. നഖറ, ഒന്ന് വായിക്കാം പാഠത്തിലെ മുലാരിയായ ഫീലുകൾ. യസ്മഉ, യദ്ഹബു, യതവല്ലഉ, യദ്ഖുലു, യുസല്ലി, യഖൂലു, യർജിഉ, യജ്ലിസു, തന്തലിറു, യശ്റബു.
നഖർ വനഫം ഒന്ന് വായിച്ച് മനസ്സിലാക്കാം. യദ്ഹബുൽ വലദു ഇലൽ മസ്ജിദി, കുട്ടി പള്ളിയിലേക്ക് പോകുന്നു. യതവല്ലഉ ബാസിമുൻ മിനൽ ഹൗലി, ബാസിം ഹൗലിൽ നിന്ന് ഉളു എടുക്കുന്നു. യസ്മഉ സാലിമുൻ അൽ അദാൻ, സാലിം ബാങ്ക് കേൾക്കുന്നു. ഇത് മുലാരിയായ ഫീലുമാണ്, മുദക്കറാണ്. പുല്ലിംഗവുമാണ്, മുലാരിയായ ഫീലുമാണ്. ഇനി രണ്ടാമതായി പറയുന്നത് മുലാരിയായ ഫീല് മുഅന്നസാണ്, സ്ത്രീലിംഗാണ്. തഷ്റബു ഫാത്തിമത്തു ചായ, ഫാത്തിമ ചായ കുടിക്കുന്നു. മുലാരിയായ ഫീലിന്റെ തുടക്കത്തിൽ താ വന്നാൽ അത് മുഅന്നസാണ്, യാ ആണെങ്കിൽ അത് മുദക്കറാണ്. തഷ്റബു താ ആണ്. തുസല്ലി മാജിദത്തു സ്വലാത്തൽ അസ്രി, മാജിദ അസ്ർ നമസ്കരിക്കുന്നു. തന്തലിറിൽ ഉമ്മു ഫിൽ ബൈത്തി, ഉമ്മ വീട്ടിൽ കാത്തിരിക്കുന്നു. ഈ പറഞ്ഞത് മുഅന്നസാണ്. ഇനി നോക്കൂ, മാദാ യഫ്അലു മാജിദ്, എന്താണ് മാജിദ് ചെയ്യുന്നത്? ഇഖ്തറിൽ ജവാബ മിനൽ മുറബ്ബഇ ഹസബ സൂറ, ചിത്രം കണ്ട് മനസ്സിലാക്കി ബ്രാക്കറ്റിൽ നിന്നെടുത്ത് ശരിയായി പൂരിപ്പിക്കാനാണ്. യതവല്ലഉ യശ്റബു യദ്ഖുലു യദ്ഹബു, ഇതാണ് ബ്രാക്കറ്റിലുള്ളത്. നോക്കൂ, നമുക്ക് വായിക്കാം. എന്താണ് ചിത്രത്തിലുള്ളത്? ഒന്നാമത്തെ ചിത്രം വരുന്ന അല്ലെങ്കിൽ പോകുന്ന ചിത്രമാണ്, നടന്നു പോകുന്ന ചിത്രം. അപ്പം നമ്മൾ കൊടുക്കുക യദ്ഹബു മാജിദുൻ ഇലൽ മദ്രസത്തി, മാജിദ് മദ്രസയിലേക്ക് പോകുന്നു. യദ്ഹബു എന്നാണ് അവിടെ മാച്ചാകുന്നത്. രണ്ടാമത്തെ ചിത്രം പൈപ്പിൽ നിന്ന് ഉളു കൊടുക്കുന്ന ചിത്രമാണ്. അപ്പം എന്താണ് അവിടെ ഫില്ല് ചെയ്യുക? യതവല്ലഉ മാജിദിൻ മിനസ് സുംബൂർ, മാജിദ് പൈപ്പിൽ നിന്ന് ഉളു എടുക്കുന്നു. മൂന്നാമത്തെ ചിത്രം ഇരുന്ന് വെള്ളം കുടിക്കുന്ന ഫോട്ടോ ആണ് കാണുന്നത്. അപ്പം എന്താ ഫില്ല് ചെയ്യുക? യഷ്റബു മാജിദുനൽ മാ, മാജിദ് വെള്ളം കുടിക്കുന്നു. നാലാമത്തെ ഫോട്ടോയില് പള്ളിയിലേക്ക് വരുന്ന ഫോട്ടോ ആണ്. അപ്പം അതാ ഫില്ല് ചെയ്യുക? യദ്ഖുലു മാജിദുൽ മസ്ജിദ, മാജിദ് പള്ളിയിലേക്ക് പ്രവേശിക്കുന്നു. ഇനി നോക്കൂ, നുക്കമ്മിൽ ബിൽ മുനാസിബി, മാച്ച് ചെയ്ത് തിരഞ്ഞെടുത്ത് എഴുതാം. 1 ഡാഷ് അൽ വലദു ഇലൽ മദ്രസത്തി, യദ്ഹബു തദ്ഹബു. വലത് എന്ന് പറയുന്നത് മുദക്കറാണ്, പുല്ലിംഗമാണ്. അതുകൊണ്ട് യദ്ഹബു എന്നാണ് ഫില്ല് ചെയ്യുക. യദ്ഹബുൽ വലദു ഇലൽ മദ്രസത്തി, കുട്ടി മദ്രസയിലേക്ക് പോകുന്നു. 2 ഡാഷ് അൽ ബിൻതു മിനൽ ഹൗലി, യതവല്ലഉ തതവല്ലഉ. ബിൻത്ത് എന്നുള്ളത് മുഅന്നസാണ്, പെൺകുട്ടിയാണ്. അപ്പം ഏതാ ഫില്ല് ചെയ്യുക? തതവല്ലഉൽ ബിൻതു മിനൽ ഹൗലി, പെൺകുട്ടി ഹൗലിൽ നിന്ന് ഉളു എടുക്കുന്നു. 3 ഡാഷ് ബാസിമുൻ ഇലൽ ബൈത്തി, ബാസിം എന്നുള്ളത് മുദക്കറാണ്, ആൺകുട്ടിയാണ്. അതുകൊണ്ട് യർജിഉ എന്നാണ് ഫില്ല് ചെയ്യുക. യർജിഉ ബാസിമുൻ ഇലൽ ബൈത്തി, ബാസിം വീട്ടിലേക്ക് മടങ്ങുന്നു. 4 ഡാഷ് അൽ ഉമ്മു അൽ ബൈത്ത, യദ്ഖുലു തദ്ഖുലു. ഇവിടെ ഉമ്മ എന്നുള്ള മുഅന്നസാണ്. അതുകൊണ്ട് എന്താ ഫില്ല് ചെയ്യുക? തദ്ഖുലു എന്നാണ് ഫില്ല് ചെയ്യുക. തദ്ഖുലുൽ ഉമ്മു അൽ ബൈത്ത, ഉമ്മ വീട്ടിൽ പ്രവേശിക്കുന്നു. വളരെ എളുപ്പമാണ്. മുലാരിയ ഫീൽ യാ ഉണ്ടെങ്കിൽ മുദക്കർ, താ ആണെങ്കിൽ മുഅന്നസുമാണ്. ഇനി നുലാഹിലുൽ ഫിഅലിൽ മുലാരിഅ വൽ ഫീലുൽ മാളി, മുലാരിയായ ഫീലും മാളിയായ ഫീലും ഒന്ന് മനസ്സിലാക്കാൻ മതി, ഒന്ന് മനസ്സിലാക്കാം. യദ്ഹബു അൽ ഫീലുൽ മുലാരി, ഒന്നാമത്തെ കോളം മുലാരിയായ ഫീലിന്റെ കോളാണ്. രണ്ടാമത്തെ മാളിയായ ഫീലാണ്. മാളിയായ ഫീല് പറഞ്ഞാൽ കഴിഞ്ഞ കാലത്ത് ചെയ്തത്. ഒരു പ്രവർത്തി ചെയ്ത് കഴിഞ്ഞാൽ മാളി എന്നും ചെയ്യാൻ പോകുന്ന കാര്യത്തിന് മുലാരി എന്നാണ് പറയാം. അൽ ഫീലുൽ മുലാരി. യദ്ഹബു പോകുന്നു, എന്താ തന്നെ മാളി? ദഹബ പോയി. തദ്ഹബു പോകുന്നു. ദഹബത്ത് അവൾ പോയി. തദ്ഹബു എന്നുള്ളത് മുഅന്നസായ മുലാരിയ ഫീലാണ്.
അതുകൊണ്ട് അതിൻ്റെ മാലി ഇങ്ങനെ വരിക, റഹബത്ത് എന്നാണ് വരിക. മാലിയാകുമ്പോൾ അവസാനത്തെയാണ് മുഅന്നസിൽ താ ഉണ്ടാവുക. മുലാരിയാണെങ്കിൽ ആദ്യത്തിലാണ് താ ഉണ്ടാവുക. യസ്മഉ അവൻ കേൾക്കുന്നു, സമിഅ അവൻ കേട്ടു, തസ്മഉ അവൾ കേൾക്കുന്നു. അപ്പം മാലി സമിഅത്ത് അവൾ കേട്ടു. യുസല്ലി അവൻ നിസ്കരിക്കുന്നു, സ്വല്ലാ അവൻ നിസ്കരിച്ചു. തുസല്ലി അവൾ നിസ്കരിക്കുന്നു. എന്താ മാലി വരിക? സ്വല്ലത്ത് അവൾ നിസ്കരിച്ചു. താവൂർ അവസാനം. യഖൂലു അവൻ പറയുന്നു, മാലി ഖാല അവൻ പറഞ്ഞു. ഇനി അടുത്ത പേജ്. നക്തബു കമാഫിൽ മിസാൽ ഉദാഹരണത്തിൽ കൊടുത്ത പോലെ താഴെയൊക്കെ എഴുതാം. അൽ ഇബ്നു യദ്ഹബു മകൻ പോകുന്നവനാണ്. അതെങ്ങനെ എഴുതാം? യദ്ഹബുൽ ഇബ്നു മകൻ പോകുന്നു എന്ന് എഴുതാം. അതുപോലെ ഓരോന്ന് എഴുതാം. അൽ ബിന്തു തദ്ഹബു മകൾ പോകുന്നവളാണ്. തദ്ഹബുൽ ബിന്തു മകൾ പോകുന്നു. അൽ അബു യജ്ലിസു പിതാവ് ഇരിക്കുന്നവനാണ്. അപ്പോൾ എന്താ പറയാം? യജ്ലിസുൽ അബു പിതാവ് ഇരിക്കുന്നു. അൽ ഉമ്മു തജ്ലിസു ഉമ്മ ഇരിക്കുന്നവളാണ്. ഇങ്ങനെ പറയാം, തജ്ലിസുൽ ഉമ്മു ഉമ്മ ഇരിക്കുന്നു. ഇനി നോക്കൂ. നഖറഉ മിനൽ ഖുർആനി വനക്തശിഫു മിൻഹുൽ ഫിഅലൽ മുളാരിഅ വനഖത്തു തഹ്തഹു താഴെ പറയുന്ന ഖുർആൻ പാരായണം ചെയ്തിട്ട് അതിലെ മുളാരിയായ ഫീലിൻ്റെ താഴെ അണ്ടർലൈൻ ചെയ്യാനാണ്. അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഇതിലെ മുളാരി യുകദ്ദിബു എന്നാണ്. അത് അണ്ടർലൈൻ ചെയ്യുക. ഫഇദാ ഹിയ ഹയ്യത്തുൻ തസ്അ ഇവിടെ മുളാരി തസ്അ എന്നാണ്. അണ്ടർലൈൻ ചെയ്യുക. യഹ്സബു അന്ന മാലഹു അഖ്ലദഹ് മുളാരി യഹ്സബു. യൗമഇദിൻ യസ്ദുറുൻ നാസ് മുളാരി അതാണ് യസ്ദുറു എന്നുള്ളതാണ്. അഫലാ യഅലമു ഇദാ ബുഅ്സിറ മാ ഫിൽ ഖുബൂർ ഏതാ മുളാരി? യഅലമു എന്നാണ്. ജന്നാത്തുൻ തജ്രി മുളാരിയ ഫീൽ തജ്രി എന്നാണ്. മുളാരിയ ഫീലിൻ്റെ താഴെ ലൈന് വിടാനാണ്. ഇനി അവസാനത്തെ വർക്ക് നോക്കൂ. ഹയ്യ നൻസഖൽ ഫീലൽ മുളാരിയ മുളാരിയ ഫീല് താഴെ കൊടുത്ത ബ്ലാങ്കായ കോപ്പിയിൽ വൃത്തിയിൽ എഴുതുക, തെറ്റിക്കാതെ എഴുതാനാണ്. നടുത്ത വരയിൽ മാത്രം. യദ്ഹബു യസ്മഉ നുസല്ലി യഖൂലു യർജു എന്ന് വൃത്തിയിലേത്. അല്ലാഹു തആല നമുക്ക് തൗഫീഖ് നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.